So നമ്മൾ ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കണ്ടു. ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കണ്ടു. ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. അത് അടുത്തടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. സോ ഇൻട്രസ്റ്റ് ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. എന്താണ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്? കോർപ്പറേറ്റ് കമ്പനീസുകൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കോളൂ. ആസ് ദ നെയിം സജസ്റ്റ്, ഇൻട്രസ്റ്റ് ഏൺ ഫ്രം ദീസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി ടാക്സബിൾ. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ടോട്ടൽ ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയുന്ന ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയുന്ന പോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ട്. എന്താ വെച്ചാൽ while the company pays such interest to the owner of the securities, കമ്പനിയാണ് ഇവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, ഗവൺമെന്റ് അല്ല ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. കാരണം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കമ്പനിയാണ്. സോ കമ്പനി ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ, ഓണറിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ, ദ പേയിങ് കമ്പനി ഷാൽ ഡിഡക്ട് ദ ടാക്സ് ടു ബി പെയ്ഡ് ബൈ ദ റിസീവർ ഓഫ് ദ ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന ആള് അടയ്ക്കേണ്ട ടാക്സ് കുറച്ചിട്ടുള്ള തുകയായിരിക്കും കമ്പനി ഈ വ്യക്തിക്ക് കൊടുക്കുന്നത്. That means the paying company shall deduct TDS from the interest amount and only the net amount will be given to the owner of the securities. Securitiesന്റെ ഓണറിന് നെറ്റ് എമൗണ്ട് മാത്രമേ കമ്പനി കൊടുക്കുകയുള്ളൂ. ടാക്സ് കുറച്ചിട്ടുള്ള തുകയായിരിക്കും കമ്പനി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, if Mr. Sonu invested ₹2 lakh in 11% ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. ഹി ഗെറ്റ്സ് ₹22,000 ആസ് ഇൻട്രസ്റ്റ്. 22,000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് ടാക്സബിൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ 22,000 മുഴുവനായിട്ട് കൊടുക്കും. ഗവൺമെന്റ് TDS കുറയ്ക്കില്ല. പക്ഷെ ഇത് കമ്പനിയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ്. സോ കമ്പനി 22,000 മുഴുവൻ കൊടുക്കില്ല. While paying this amount of interest to Mr. Sonu, the company will deduct 10% from this 22,000. അതാണ് TDSന്റെ റേറ്റ്. 10%, 22,000 രൂപ കുറയ്ക്കും. And only pays ₹19,800. That is the net amount to Mr. Sonu. സോനുവിന് 19,800 രൂപ മാത്രമാണ് കൊടുക്കുക. നെറ്റ് എമൗണ്ട് ആണ് കൊടുക്കുക. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്, നെറ്റ് എമൗണ്ട് അല്ല ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ടത്, ഗ്രോസ് എമൗണ്ട് ആണ്. സോ വി ഹാവ് ടു ഗ്രോസ് അപ്പ് ദിസ് 19,800. അതെങ്ങനെയാണ്? ആ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ബട്ട് ഇൻ ദ total income of Mr. Sonu, he has to show the gross amount, not the net amount. Net amount alla kanikkendathu gross amount aanu. So he has to convert the net amount into gross amount by applying the equation 19,800 into 100 by 90. appo തിരിച്ചെന്തിലേക്ക് എത്തും? 22,000 ലേക്ക് എത്തും. This is the gross amount. ഈ gross amount ആണ് കാണിക്കേണ്ടത്. ഈ ഗ്രോസ് എമൗണ്ട് കിട്ടാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാം. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിക്കാം. യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഗ്രോസ് എമൗണ്ട് ഡയറക്ട്ലി വെൻ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട് കണക്കിലെന്നുണ്ടെങ്കിൽ ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 2 lakh into 11,000, അതാണ് ഗ്രോസ് എമൗണ്ട്. 22,000 ആണ് ഇൻട്രസ്റ്റ്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് മുഴുവൻ നമുക്ക് തരില്ല. 10% TDS കുറച്ചിട്ട് 19,800 രൂപയാണ് തരുള്ളൂ. കണക്കിൽ 19,800 രൂപയാണ് കിട്ടിയത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിചാരിക്കുക. ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടോ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഗ്രോസ് എമൗണ്ടിലേക്ക് എത്തണം. 22,000. എന്തായാലും ഗ്രോസ് എമൗണ്ട് ആണ് എവിടെ കാണിക്കേണ്ടത്? ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ടത്. നെറ്റ് എമൗണ്ട് അല്ല ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ടത്. സോ ദിസ് ഈസ് ഇൻട്രസ്റ്റ് ഫ്രം ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഫ്രം ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഫ്രം ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇൻട്രസ്റ്റ് ഫ്രം ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. നമ്മൾ ഇൻട്രസ്റ്റ് ഫ്രം ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കണ്ടു. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്, ടാക്സബിൾ അല്ല, ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണ്ട. പക്ഷെ ഇവിടെ അതല്ല കഥ. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കുള്ളൂ. കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനീസ്. കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നമുക്കറിയാമത്. എ കമ്പനി കനോട്ട് ഇഷ്യൂ എ ടാക്സ് ഫ്രീ സെക്യൂരിറ്റി. ശരിക്കും ഒരു കമ്പനിക്ക് ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല.
ടാക്സബിൾ അല്ലാത്ത ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഒരു കമ്പനിക്കില്ല. കാരണം എന്താണ്? ടാക്സ് ഈസ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് ആണ് ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. അത് വേണ്ട എന്ന് പറയാനുള്ള അധികാരം ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ, കമ്പനിക്കില്ല. ഓക്കെ, സോ ടാക്സ് ഫ്രീ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ, കമ്പനിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആയെന്നുള്ളത് നോക്കാം. സോ അൺലൈക്ക് ദ നെയിം സജസ്റ്റ്, ഈ നെയിം പറയുന്ന മാതിരി ഇത് ടാക്സ് ഫ്രീ ഒന്നും അല്ല, ടാക്സബിൾ തന്നെയാണ്. ദ ഇൻട്രസ്റ്റ് ഫ്രം ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഈസ് നോട്ട് ആക്ച്വലി ടാക്സ് ഫ്രീ. അത് ആക്ച്വലി ടാക്സ് ഫ്രീ അല്ല, ടാക്സബിൾ ആണ്. അതിന്റെ മുകളിൽ വ്യക്തി ടാക്സ് അടയ്ക്കണം. പക്ഷെ എന്താ പ്രത്യേകത? The interest is taxable, but the tax on such interest will be paid by the company. കമ്പനിയാണ് ഇവിടെ ടാക്സ് അടയ്ക്കുന്നത്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന റിസീവർ അല്ല അതിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കുന്നത്. ശരിക്കും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന റിസീവർ ആണ് ഇൻകം റിസീവ് ചെയ്യുന്നത്, അയാളാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഇൻകം ടാക്സ്. പക്ഷെ അയാൾക്ക് വേണ്ടി ആര് ടാക്സ് അടയ്ക്കുന്ന പറയുന്നത്? കമ്പനി ടാക്സ് അടയ്ക്കും. ഇൻ ദാറ്റ് സെൻസ് such interest is tax free for the receiver. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. കാരണം അതിന്റെ മുകളിലുള്ള ടാക്സ് ആരടയ്ക്കുന്നുണ്ട്? കമ്പനി അടയ്ക്കുന്നുണ്ട്. സോ ഞാനാണ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ICICI ബാങ്കിന്റെ ഡിബഞ്ചർ ഞാനാണ് ഓൺ ചെയ്യുന്നത്. സോ ആ ഡിബഞ്ചറിന്റെ മുകളിൽ എനിക്ക് കൊല്ലം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് വിചാരിക്കുക. ആ ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഞാനാണ് ശരിക്കും ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷെ എനിക്ക് വേണ്ടി ആരാ ഇവിടെ ടാക്സ് അടയ്ക്കുന്നത്? കമ്പനിയാണ്. ICICI ബാങ്കാണ് ടാക്സ് അടയ്ക്കുന്നത് ഗവൺമെന്റിലേക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് ടാക്സ് ഫ്രീ ആയി മാറി. അങ്ങനെയാണ് ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഉണ്ടാവുന്നത്. അല്ലാതെ ഇൻട്രസ്റ്റ് ടാക്സ് വേണ്ട എന്ന് പറയാനുള്ള അധികാരം കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിനില്ല. ടാക്സ് വേണം, ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണം, പക്ഷെ അത് കമ്പനി കൊടുത്തോളും. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് മിസ്റ്റർ സോനു ഇൻവെസ്റ്റഡ് ₹2 lakh in 11% ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ ബോണ്ട്. കമേഴ്ഷ്യൽ ബോണ്ടിൽ 11% ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ ബോണ്ടിൽ അടയ്ക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക, 2 ലക്ഷം രൂപ. ഹി ഈസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ₹22,000 ആസ് ഇൻട്രസ്റ്റ്. 22,000 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ഇത് ടാക്സബിൾ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ എനിക്ക് 22,000 രൂപ കിട്ടില്ല. അതിന്റെ മുകളിൽ 10% ഇൻട്രസ്റ്റ് കിഴിച്ചിട്ടുള്ള എമൗണ്ടാണ് കിട്ടുള്ളൂ. സോറി, 10% ടാക്സ് കിഴിച്ചിട്ടുള്ള എമൗണ്ട് 19,800 രൂപയെ കിട്ടുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതാണ്. പക്ഷെ ഇത് ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് 22,000 രൂപ മുഴുവൻ തരും. Here the company shall give full amount of ₹22,000 to Mr. Sonu. കണ്ടോ, ഇത് ടാക്സ് ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ടാക്സ് കുറയ്ക്കണമെന്നില്ല. 10% ടാക്സ് കുറച്ചിട്ട് 19,800 എന്നല്ല എനിക്ക് തരുന്നത്, എനിക്ക് മൊത്തം തരുന്നുണ്ട്. സോനുവിന് മൊത്തം കിട്ടുന്നുണ്ട്. സോനു എന്ന് പറയുന്ന വ്യക്തിക്ക്, ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് മൊത്തം 22,000 രൂപ കിട്ടുന്നുണ്ട്. ഓൾസോ ദ കമ്പനി വിൽ പേ ദ ടാക്സ് ടു ബി പെയ്ഡ് ബൈ മിസ്റ്റർ സോനു. മിസ്റ്റർ സോനു 22,000ന്റെ മുകളിൽ അടയ്ക്കേണ്ട ടാക്സ് ആരടയ്ക്കുന്നുണ്ട്? കമ്പനി അടയ്ക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ഫോളോയിങ് മാനർ. അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കുന്നു കേട്ടോ. 22,000 ആണ് സോനുവിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ 22,000ന്റെ മുകളിൽ സോനു ടാക്സ് അടയ്ക്കുന്നില്ല. 22,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് സോനുവിന് കിട്ടുന്നുണ്ട്. ആക്ച്വലി 22,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നു പറഞ്ഞാൽ ഒരു ഇൻകം ആണ്. ആ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം. പക്ഷെ ഇവിടെ ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് 22,000ന്റെ മുകളിൽ സോനു ടാക്സ് അടയ്ക്കുന്നില്ല, മറിച്ച് ആര് ടാക്സ് അടയ്ക്കുന്നുണ്ട്? കമ്പനി ടാക്സ് അടയ്ക്കുന്നുണ്ട്. സോ സോനുവിന് ഇത് ടാക്സ് ഫ്രീ ആയി. എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നോക്കുന്നു കേട്ടോ. ഇൻ ഓർഡർ ടു ഗീവ് ₹22,000 ടു മിസ്റ്റർ സോനു ആസ് ഇൻട്രസ്റ്റ് ആയിട്ട് 22,000 രൂപ സോനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി എത്ര രൂപ ഇൻട്രസ്റ്റ് ആണ് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. സോ 22,000 രൂപയാണ് സോനുവിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. സോ 22,000 രൂപ സോനുവിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യണമെന്ന് നോക്കിയോളൂ. ദ ഇൻട്രസ്റ്റ് ഡിക്ലെയർഡ് ബൈ ദ മിസ്റ്റർ സോനു ഈസ് 22,000ന്റെ മുകളിൽ 10% ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട്, അതെങ്ങനെ ആഡ് ചെയ്യണത്? 22,000 × 100/90. അങ്ങനെ 24,444 രൂപ ഇൻട്രസ്റ്റ് ആണ് ഡിക്ലെയർ ചെയ്യുക. ആര്? കമ്പനി ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ട് ശരിക്കും സോനുവിന് 22,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണ്? 11% ഇൻട്രസ്റ്റ് റേറ്റ്. ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷമാണ്. സോ 2 ലക്ഷത്തിന്റെ 11% എന്ന് പറഞ്ഞാൽ 22,000 ആണ്. സോ 22,000 രൂപയാണ് മിസ്റ്റർ സോനുവിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. പക്ഷെ ആ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് തുക എത്രയാണ്? 22,000ന്റെ മുകളിൽ 10% ടാക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഗ്രോസ് അപ്പ് ചെയ്യും. സോ 22,000 × 100/90, 24,444 രൂപ ഇൻട്രസ്റ്റ്
ഡിക്ലെയർ ചെയ്യും. അപ്പൊ 24,444 രൂപയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എത്രയാണ് TDS വരിക, ടാക്സ് വരിക, 10% ടാക്സ് വരിക. ടാക്സ് ഓൺ ദിസ് 24,444 ഈസ് 10%, ദാറ്റ് ഈസ് 2,444. ഈ 2,444 രൂപ എന്ന് പറയുന്നതാണ് ടാക്സ് വരുന്നത്. എന്തിന്റെ മുകളിൽ? 24,444. ഈ 2,444 രൂപ എന്ന് പറയുന്ന ടാക്സ് ആരാ അടയ്ക്കുന്നത്? കമ്പനിയാണ് അടയ്ക്കുന്നത്. കമ്പനി ഗവൺമെന്റിലേക്ക് അടയ്ക്കും. കമ്പനി എന്ത് ചെയ്യും? ദ കമ്പനി പേയ്സ് ദിസ് എമൗണ്ട് ടു ദ ഗവൺമെന്റ്. ഈ 2,444 രൂപ എന്ന് പറയുന്ന ടാക്സ് എന്തിന്റെ മുകളിലുള്ള ടാക്സ് ആണ്? 24,444 മുകളിലുള്ള ടാക്സ് ആയിട്ടുള്ള 10% ആയിട്ടുള്ള 2,444 രൂപ എന്ന് പറയുന്നത് കമ്പനി ഗവൺമെന്റിലേക്ക് അടച്ചിട്ട് സോനുവിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി അത് അടയ്ക്കുന്നത്. എന്നിട്ട് റിമൈനിങ് എമൗണ്ട് ഓഫ് ₹20,000, ഈ 24,444 2,444 രൂപ കുറച്ചു കഴിഞ്ഞാൽ റിമൈനിങ് എമൗണ്ട് എന്തായി? 22,000 രൂപയായി. ഈ 22,000 രൂപയാണ് മിസ്റ്റർ സോനുവിന് കൊടുക്കുന്നത്. സോ മിസ്റ്റർ സോനുവിന് ഫുൾ എമൗണ്ട് കിട്ടി, 11% മുഴുവൻ കിട്ടി. 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 11% ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ 11% മുഴുവനും കിട്ടി, 22,000 മുഴുവനും കിട്ടി. ഓക്കെ, ഇവിടെ 22,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് 24,444 രൂപയാണ്. ഇൻറ്റു 100/90 ചെയ്തിട്ട് 24,444 രൂപയാണ്. അതിന്റെ 10% ആയിട്ടുള്ള 2,444 രൂപ കമ്പനി സോനുവിന് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് അടച്ചു. എന്നിട്ട് ബാക്കിയുള്ള തുകയായിട്ടുള്ള 22,000 രൂപ മുഴുവനായിട്ട് ആർക്ക് കൊടുത്തു? മിസ്റ്റർ സോനുവിന് കൊടുത്തു. ഹിയർ ദ എമൗണ്ട് റിസീവ്ഡ് ഈസ് ₹22,000 വിച്ച് ഈസ് നെറ്റ് എമൗണ്ട്. ഇവിടെ സോനുവിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് 22,000 രൂപയാണ്. ഇത് നെറ്റ് എമൗണ്ട് ആണ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ ടാക്സ് ഓഫ് ₹2,444. അത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണല്ലോ. സോ ഇറ്റ് ഷാൽ ബി ഗ്രോസ്ഡ് അപ്പ് ത്രൂ 22,000 into 100/90, that is 24,444. This gross amount of 24,444 shall be shown in the total income of Mr. Sonu. Mr. Sonuവിന്റെ ടോട്ടൽ ഇൻകത്തില് 24,444 രൂപയാണ് കാണിക്കേണ്ടത്, 22,000 രൂപയല്ല. കാരണം സോനുവിന് വേണ്ടിയിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് 24,444 രൂപയാണ്. സോ അത് ഗ്രോസ് അപ്പ് ചെയ്യണം. കിട്ടിയ ഇൻട്രസ്റ്റിനെ 22,000 രൂപേനെ ഇൻറ്റു 100/90 ചെയ്തിട്ട് ഗ്രോസ് അപ്പ് ചെയ്തതിന് ശേഷമുള്ള തുകയായിരിക്കണം ടോട്ടൽ ഇൻകത്തിൽ കാണിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാക്സ് ഫ്രീ കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിന്റെ കാര്യത്തിൽ.